Dear students, in the previous class we have been discussing about dummy variables. So the definition or the introduction related to dummy variables and the different situations whereby we are using the dummy variables in a regression analysis have been explained in the previous session. And today we are going to study about ANOVA models. So ANOVA models and what is the role of dummy variables in this type of analysis of variance model or ANOVA model. Okay. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് അനോവ മോഡൽ എന്താണ്, അല്ലെങ്കിൽ ഈ ഡമ്മി വേരിയബിൾ എന്ന ഒരു കോൺസെപ്റ്റ് അനോവ മോഡൽ. അനോവ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ് മോഡൽസ്. സോ എ റിഗ്രഷൻ മോഡൽ ദാറ്റ് കണ്ടെയ്ൻസ് റിഗ്രസേഴ്സ് ദാറ്റ് ആർ ഓൾ എക്സ്ക്ലൂസീവ്ലി ഡമ്മി or qualitative in nature are called ANOVA or analysis of variance model. Okay, so that is the definition given to ANOVA model. അതായത് ഒരു റിഗ്രഷൻ മോഡൽ, ആ റിഗ്രഷൻ മോഡലിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്സ്പ്ലനേറ്ററി വേരിയബിൾസും അല്ലെങ്കിൽ എല്ലാ റിഗ്രസേഴ്സും ഫുൾ ക്വാളിറ്റേറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഒരു റിഗ്രഷൻ അനാലിസിസിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റേറ്റീവ് എലമെൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഡമ്മി വേരിയബിൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ചില റിഗ്രഷൻ മോഡലിൽ സംഭവിക്കുന്നത് ആ റിഗ്രഷൻ മോഡലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വേരിയബിൾസും ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ്, എല്ലാ വേരിയബിൾസിനും നമ്മൾ ഡമ്മി വേരിയബിൾ കൊടുക്കണം. അങ്ങനെയുള്ള റിഗ്രഷൻ മോഡലിനെ നമ്മൾ അനോവ മോഡൽ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് മോഡൽ എന്ന് പറയും. അതാണ് പറഞ്ഞേക്കുന്നത് റിഗ്രസേഴ്സ് ദാറ്റ് ആർ ഓൾ എക്സ്ക്ലൂസീവ്ലി ഡമ്മി. എല്ലാ റിഗ്രസേഴ്സും ഡമ്മി വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. ഇനി അങ്ങനെ നമ്മൾ എടുക്കുന്ന എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഡമ്മി വേരിയബിൾ എടുക്കുന്ന മോഡൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മോഡലിനെ നമ്മൾ അനോവ മോഡൽ എന്ന് പറയും. നമുക്കതൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, സോ ലെറ്റ് us കൺസിഡർ ആൻ എക്സാമ്പിൾ ഓഫ് ആവറേജ് പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫോർ 17 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഫോർ എ പർട്ടിക്കുലർ ഇയർ 2006-07. അപ്പോൾ 2006-07 എന്ന് പറയുന്ന ഒരു വർഷം, ആ വർഷത്തെ ആവറേജ് പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇന്ത്യയിലെ 17 സ്റ്റേറ്റുകളുടെ ആവറേജ് പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ഡേറ്റ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ ഉണ്ട്. അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പെർ പേഴ്സൺ പെർ 30 ഡേയ്സ് അതിൻ്റെ ഡേറ്റ നമുക്കുണ്ട്. 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു വ്യക്തിക്ക് ഒരു മാസം ആകുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ആ രീതിയിൽ നമ്മുടെ കയ്യിൽ ഡേറ്റ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ 17 സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ 17 സ്റ്റേറ്റ്സിനെ നമ്മൾ 3 ജോഗ്രഫിക്കൽ റീജിയൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിനെ ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സെൻട്രൽ, സൗത്ത് ഇങ്ങനെ 3 കാറ്റഗറി ആക്കി 17 സ്റ്റേറ്റ്സിനെ. അപ്പോൾ ഈ 17 സ്റ്റേറ്റ്സിനെ നമ്മൾ 3 കാറ്റഗറിയിൽ പെടുത്തിയാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ജോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ അല്ല, ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണ്, അല്ലെങ്കിൽ അതൊരു ആട്രിബ്യൂട്ടാണ്. റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ 17 സ്റ്റേറ്റിനെ 3 റീജിയനിലോട്ടാക്കി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി സപ്പോസ് വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദ ആവറേജ് പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡിഫേഴ്സ് എമംഗ് ദീസ് 3 ജോഗ്രഫിക്കൽ റീജിയൻസ്. ഇനി നമുക്കിവിടെ അനാലിസിസ് ചെയ്യാനുള്ള ഇതാണ്. ഈ 3 ജോഗ്രഫിക്കൽ റീജിയൻ ഉണ്ട്, ഈസ്റ്റ്, സൗത്ത്, നോർത്ത് വെസ്റ്റ്, സെൻട്രൽ. ഈ 3 ജോഗ്രഫിക്കൽ റീജിയണിലും ഉള്ള പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഡിഫറൻസ് എങ്ങനെയാണ്, ഇവരുടെ ഒരു കമ്പാരിസണാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ 3 റീജിയണിന്റെ പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു കമ്പയർ ദ മീൻ വാല്യൂ ഓഫ് 2 or more വേരിയബിൾസ്. ഇനി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, അതായത് 2 or more മീൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു അനോവ മോഡലാണ്, ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതുവാണ്, yi = β1 + β2 d2i. ഡി എന്നുള്ളത് നമ്മൾ ഡമ്മി വേരിയബിളിനെ സൂചിപ്പിക്കാൻ കൊടുക്കുന്നതാണ് d. 2i + β3 d3i + ui. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ, yi എന്താണ്, നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് നമ്മൾ എന്താണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്, ആവറേജ് പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പെർ പേഴ്സൺ പെർ 30 ഡേയ്സ്. കാരണം നമ്മുടെ ഡേറ്റ അങ്ങനെയാണ്, പെർ പേഴ്സൺ പെർ 30 ഡേയ്സ് ആണ് yi എന്ന് പറയുന്നത്. ഇൻ സ്റ്റേറ്റ് i, അതായത് 17 സ്റ്റേറ്റിൽ ഏത് സ്റ്റേറ്റും ആവാം. ഡി സൂചിപ്പിക്കുന്നത്
ഡമ്മി വേരിയബിൾ. ഇനി D2i ഉണ്ട്, D3i ഉണ്ട്. അതായത് ഈ D2i ഒരു ഡമ്മി വേരിയബിൾ, D3i ഒരു ഡമ്മി വേരിയബിൾ. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു പ്രിക്കോഷൻസ്. നമ്മൾ ഡമ്മി വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര കാറ്റഗറി ഉണ്ടോ അതിൽ നിന്ന് ഒന്ന് കുറച്ചേ ഡമ്മി ഉപയോഗിക്കാവുള്ളൂ. നമുക്കിവിടെ 3 കാറ്റഗറിയാണ് ഉള്ളത്. റീജിയൻ എന്നുള്ള എലമെന്റിന് നമ്മൾ 3 കാറ്റഗറിയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ 2 ഡമ്മി വേരിയബിൾ ഉപയോഗിച്ചു. ഇവിടെ β1 എന്നുള്ള ഇന്റർസെപ്റ്റ് ടേം ഉണ്ട്. അപ്പം നമുക്ക് 2 ഡമ്മിയെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. β1 ഇല്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ D4i, 3 ഡമ്മി ഉപയോഗിക്കാം 3 റീജിയനെ കാണിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ D2iയും D3iയും ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ഡമ്മി വേരിയബിളിന് 2 വാല്യൂ ഉള്ളത്, 1ഉം 0യും. 1 എന്താണ്? ഈ പറയുന്ന ഫീച്ചർ പ്രസന്റ് ആണോ അല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 1 എന്നുള്ള വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 0 എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ പർട്ടിക്കുലർ ഫീച്ചർ ആബ്സെന്റ്. അപ്പോൾ D2i 1 എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഫീച്ചർ അവിടെ പ്രസന്റ് ആണ്. D3i 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീച്ചർ അവിടെ പ്രസന്റ് ആണ്. 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആബ്സെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് D2i = 1 ആണെങ്കിൽ ഇഫ് ദ സ്റ്റേറ്റ് ഈസ് ഇൻ ഈസ്റ്റേൺ റീജിയൻ. നമ്മുടെ ഒരു കാറ്റഗറി ഈസ്റ്റ് ആണ്. അപ്പോൾ ഈസ്റ്റേൺ റീജിയൻ ആണെങ്കിൽ D2i 1 ആയിരിക്കും. 0 ആണെങ്കിൽ ഈസ്റ്റേൺ റീജിയൻ അല്ല എന്ന് പറഞ്ഞാൽ നോർത്തും ആകാം സൗത്തും ആകാം. ഇനി D3iക്ക് 1 കൊടുക്കുമ്പോൾ D3iക്ക് 1 വന്നാൽ അതിനർത്ഥം സ്റ്റേറ്റ് നോർത്ത് വെസ്റ്റ് സെൻട്രൽ റീജിയനിലുള്ള സ്റ്റേറ്റ് ആണ്. 0 ആണെങ്കിലോ നോർത്ത് വെസ്റ്റ് സെൻട്രൽ റീജിയൻ അല്ല. അപ്പം ഈസ്റ്റും ആകാം സൗത്തും ആകാം. ഇതല്ല, NWC നോർത്ത് വെസ്റ്റ് സെൻട്രൽ റീജിയൻ അല്ല. അപ്പം നമ്മൾ ഈസ്റ്റേൺ റീജിയണിന് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, നോർത്ത് വെസ്റ്റ് സെൻട്രൽ റീജിയണിന് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇംപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. രണ്ടിടത്തും 0 വന്നാൽ അർത്ഥം എന്താണ്? ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത്തെ കാറ്റഗറിയാണത്. നോക്കിക്കേ, ഇവിടെ 1 വന്നിട്ടുണ്ടെങ്കിൽ ഈസ്റ്റേൺ റീജിയൺ ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും? സൗത്തും വരും, നോർത്ത് വെസ്റ്റ് സെൻട്രലും വരും. ഇനി ഇവിടെ 1 വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്? നോർത്ത് വെസ്റ്റ് സെൻട്രൽ ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും? സൗത്തും വരും, ഈസ്റ്റും വരും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് സൗത്ത് ആണ്. അപ്പോൾ 0 0 രണ്ടിനും D2iയും D3iയും 0 വന്നാൽ സൗത്ത് ആയിരിക്കും. ഓക്കെ, നൗ നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ we have only qualitative or dummy variables taking value 1 and 0. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന ഈസ്റ്റേൺ റീജിയൻ ആണെങ്കിൽ D2i 1 ആകും, നോർത്ത് വെസ്റ്റ് സെൻട്രൽ റീജിയൻ ആണെങ്കിൽ D3i 1 ആകും, സൗത്ത് ആണെങ്കിൽ ഇത് രണ്ടും 0 ആകും. ഇനി മീൻ പെർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻ ഈസ്റ്റേൺ റീജിയൻ നമ്മൾ ഓരോ റീജിയൻ്റെ കണ്ടുപിടിക്കുകയാണ്. ഈസ്റ്റേൺ റീജിയൻ്റെ എന്താണ്? D2i 1 ആയിരിക്കും അല്ലേ? D3i 0 ആയിരിക്കും. കാരണം D3i 1 ആകണമെങ്കിൽ നോർത്ത് വെസ്റ്റ് സെൻട്രൽ ആകണം. അപ്പോൾ D3യുടെ വാല്യൂ 0 ആണ് ഈസ്റ്റേൺ റീജിയനെ സംബന്ധിച്ച്. അപ്പോൾ നോക്കിക്കേ, എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ D2i = 1, D3i = 0. നമ്മുടെ ഈസ്റ്റേൺ റീജിയൻ്റെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇനി D2iക്ക് 1ഉം കൊടുക്കണം, D3iക്ക് 0യും കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കേ, D2iക്ക് 1 കൊടുത്തു, β1 അവിടെ ഉണ്ട്, β1 പ്ലസ് β2 × D2iക്ക് 1 കൊടുത്തു, അപ്പോൾ β2 × 1 വന്നു. D3i 0 ആയി. അപ്പോൾ ഈ ഫുൾ ടേമും 0 ആയിപ്പോയി. അപ്പോൾ നമ്മളുടെ ആൻസർ എങ്ങനെ വരും? എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ D2i = 1, D3i = 0 എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ റീജിയൻ്റെ മീൻ പെർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ β1 പ്ലസ് β2 എന്നുള്ള വാല്യൂ ആകും. β2 വന്നതിൻ്റെ കാര്യം D2i 1 ആണ്, β3 പോയി. കാരണം എന്താ? D3i 0 ആണ്. രണ്ടാമത് നമ്മൾ നോർത്ത് വെസ്റ്റ് സെൻട്രൽ റീജിയൻ്റെ ഇതുപോലെ എടുക്കുവാണ്. നോർത്ത് വെസ്റ്റ് സെൻട്രൽ റീജിയൻ വരുമ്പം D3 1 വന്നു, D2o 0 ആ. D2 1 വരണമെങ്കിൽ ഈസ്റ്റേൺ റീജിയൻ ആകണം. അപ്പോൾ 1 ഈസ്റ്റേൺ റീജിയൻ അല്ലാത്തതുകൊണ്ട് 0 ആണ്. അപ്പോൾ D2iയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ D2i 0, D3i 1. അപ്പോൾ β1 അവിടെ ഉണ്ട്. β1 ഈ പറയുന്ന 2 വേരിയബിളും ഇല്ല. β2 0 ആയി പോകും. കാരണം എന്താ? D2i 0 ആയി. ഇനി β3 ഇവിടെ ഉണ്ട്. കാരണം D3i 1 ആണ്. അപ്പോൾ മീൻ പെർ ക്യാപിറ്റൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ നോർത്ത് വെസ്റ്റിൻ്റെയും കിട്ടി. എന്ത്? β1 പ്ലസ് β3. ഇനി മൂന്നാമത് നമുക്ക് ഒരു റീജിയനും കൂടി ഉണ്ട് അല്ലേ, സതേൺ റീജിയൻ. അവിടെ നമ്മൾ എന്താണ്? നമ്മൾ പറഞ്ഞു രണ്ടും 0 ആണ്. അതായത് D2iക്ക് 1 വന്നാലും സൗത്ത് വരുന്നില്ല, D3iക്ക് 1 വന്നാലും സൗത്ത് വരുന്നില്ല. അപ്പോൾ രണ്ടും 0 ആണ് എന്ന് പറഞ്ഞാൽ β2ൻ്റെ കമ്പോണൻറ്റും ആ ഒരു β2 കമ്പോണൻറ്റ് 0 ആയി, β3യും 0 ആയി പോകും. കാരണം ഇത് രണ്ടും 0 ആണ്. മിച്ചം എന്താ ഉള്ളത്? β1. അപ്പം നമ്മൾ ഇന്നലത്തെ ഡമ്മി വേരിയബിളിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു
നമ്മൾ ഒമിറ്റ് ചെയ്യുന്ന, നമ്മൾ ഡമ്മി വേരിയബിൾ കൊടുക്കാത്ത കാറ്റഗറി, നമ്മൾ ബെഞ്ച് മാർക്ക് കാറ്റഗറി എന്ന് പറയും അതിനെ. ആ കാറ്റഗറിയുടെ വാല്യൂ എന്ന് പറയുന്നത്, മീൻ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർസെപ്റ്റ് ടേം ആയിരിക്കും എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അതിൻ്റെ പ്രൂഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ സദേൺ റീജിയണിന് ഡമ്മി വേരിയബിൾ ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഡമ്മി വേരിയബിൾ ഒന്നും കൊടുക്കാത്ത സദേൺ റീജിയൻ ആണ് ഇവിടുത്തെ ബെഞ്ച് മാർക്ക് കാറ്റഗറി. ആ ബെഞ്ച് മാർക്ക് കാറ്റഗറിയുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? β1 ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്റർസെപ്റ്റ് ടേം ആണ്. So it is considered as the benchmark category. Slope coefficients β2 and β3 tell by how much the mean per capita consumption expenditure in the east and northwest central differ from south. അപ്പോൾ ഇതാണ് β2 β3 ആണ് നമ്മുടെ ഇവിടുത്തെ സ്ലോപ്പ് കോയിഫിഷ്യൻസ്. സ്ലോപ്പ് കോയിഫിഷ്യൻസ് ഇപ്പോൾ രണ്ടും പറയുന്നത് പെർ ക്യാപ്, അതായത് β2 പറയുന്നത് എന്താണ്? മീൻ പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഈസ്റ്റേൺ റീജിയൻ ഈ സദേൺ റീജിയനിൽ നിന്നും എത്രമാത്രം വ്യത്യാസപ്പെട്ട് നിൽക്കുന്നു. β3 പറയുന്നത് മീൻ പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് നോർത്ത് വെസ്റ്റ് റീജിയൻ ഈ ബെഞ്ച് മാർക്ക് കാറ്റഗറിയിൽ നിന്നും എത്രമാത്രം ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, സോ ടു നോ വെദർ ദീസ് മീൻ കൺസംഷൻ ലെവൽസ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറെൻറ്റ് ഫ്രം ദ മീൻ പെർ ക്യാപിറ്റ കൺസംഷൻ ഇൻ സൗതേൺ റീജിയൻ, ഇറ്റ് ഈസ് ദ ബെഞ്ച് മാർക്ക് കാറ്റഗറി. One has to do is to find out if each of the slope coefficient is statistically significant. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി മീൻ പെർ ക്യാപിറ്റ കൺസംഷൻ ലെവൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറെൻ്റ് ആണോ, ഓരോ റീജിയൻ്റെയും മീൻ പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ സദേൺ റീജിയനിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറെൻ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ β2 സിഗ്നിഫിക്കൻ്റ് ആണോ β3 സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ ANOVA മോഡൽ. ANOVA മോഡലിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? എ മോഡൽ വെയർ ഓൾ ദ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആർ ഡമ്മി. ഇവിടെ നോക്കിക്കേ, β2ൻ്റെ കൂടെയുള്ള എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഒരു ഡമ്മി വേരിയബിൾ, ഇതും ഒരു ഡമ്മി വേരിയബിൾ. അപ്പോൾ നമ്മളുടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വേരിയബിൾസ് എല്ലാം ഡമ്മി വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണെങ്കിൽ അതിനർത്ഥം ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ANOVA മോഡൽ ഓർ അനാലിസിസ് ഓഫ് വേരിയൻസ് മോഡൽ. Okay, thank you.